ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആദ്യമേ തന്നെ ഒരു ചോദ്യം ചോദിച്ച് ആരംഭിക്കാമെന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കള്ളന്മാരല്ലേ? നമ്മുടെ തന്നെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാം നല്ല കള്ളന്മാരാണ്. പറയാൻ കാരണങ്ങളുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ജെറുസലേമിലോട്ട് യാത്ര ചെയ്യുന്നു. യാത്രാമധ്യേ അവൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ പറയുകയാണ്. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്ക് നിയമജ്ഞർക്കിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും സെബദീ പുത്രന്മാരുടെ മാതാവ് വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഇടതും വലതും എൻ്റെ മക്കളെ ഇരുത്തണമേ എന്ന്. ഈശോ ഇതെല്ലാം പറയുമ്പോഴും ഇവരുടെയൊക്കെ ചിന്താഗതി എന്ന് പറയുന്നത് വലിയ സൗഭാഗ്യത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു രാജകീയമായൊരു സ്ഥാനത്തേക്ക് എത്തണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരു മാതാവ് തൻ്റെ 2 മക്കളെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നത്. അമ്മയുടെ കുറ്റമല്ല. ഏതൊരു അമ്മയും തൻ്റെ മക്കൾ സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ സാഹചര്യം അതല്ലായിരുന്നു. കാരണം ഈശോ വന്ന കാലം മുതൽ ഈശോ പറയുന്നുണ്ട് ഈ കാര്യം, എന്താ നടക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഈശോ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈശോയുടെ അത്ഭുത പ്രവൃത്തികളെ മാത്രമാണ് ഇവർ വിശ്വസിച്ചത്. ഈശോ പറയുന്ന വാക്കുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ലായിരുന്നു. സെബദീ പുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോട് കൂടെ വന്ന് അവൻ്റെ മുൻപിൽ യാചനാപൂർവ്വം പ്രണമിച്ച് പറയുന്നുണ്ട്, നിന്റെ രാജ്യത്തിൽ എൻ്റെ 2 പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലതുവശത്തും അവരൻ ഇടതുവശത്തും ഇരിക്കുന്നതിനെ കൽപ്പിക്കണമേ എന്ന്. നിന്റെ ഇടതും വലതും ഇരുത്തണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കുരിശിൻ്റെ വഴിയിൽ 12-ാമത്തെ സ്ഥലമാണ്. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ ക്രൂശിൽ തറച്ചു. ക്രൂശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു, നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. ഈശോയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ പോലും അവൻ്റെ ദൗത്യം അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാണൻ വെടിയുന്നതിന് തൊട്ട് മുൻപ് പോലും അവന് നൽകപ്പെട്ട ദൗത്യം അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല കള്ളന് വേണ്ടി അവൻ സംസാരിക്കുന്ന ഒരു അനുഭവം. ഇവിടെയാണ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള പ്രസക്തി. നമ്മളെല്ലാം കള്ളന്മാരാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ. എനിക്കും എൻ്റെ നിഴലിനും മാത്രം അറിയാവുന്ന രഹസ്യങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട്. ആരും അറിയാതെ നമ്മൾ ചില തെറ്റുകൾ ചെയ്യുന്നുമുണ്ട്. ചിലതറിയുന്നു, ചിലതറിയുന്നില്ല. എന്നാൽ എല്ലാം അറിയുന്ന ഒരാളാണ് ക്രിസ്തു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ തപസ് കാലം എന്ന് പറയുന്നത് വിശുദ്ധരൊന്നും ആയില്ലെങ്കിലും കള്ളനിൽ നിന്നും നല്ല കള്ളനിലോട്ടൊരു മാറ്റമെങ്കിലും വേണം. കള്ളനിൽ നിന്നും നല്ല കള്ളനിലോട്ടുള്ളൊരു മാറ്റമെങ്കിലും വേണം. അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്ന കർത്താവ് നമ്മളെയും ആശ്വസിപ്പിക്കും. കുറേയധികം മാറ്റങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു, ഓരോന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, ചിലതൊക്കെ പരാജയപ്പെടുന്നു. അതൊരിക്കലും ക്രിസ്തു നമ്മോട് മോശമായ രീതിയിൽ സംസാരിക്കില്ല. ശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ആ കള്ളന്മാരിൽ നല്ല കള്ളൻ നല്ലൊരു ഭാഗം തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശോ അവനെ ആശ്വസിപ്പിക്കുന്നു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് മാത്രമാണ് കർത്താവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കള്ളനിൽ നിന്നും നല്ല കള്ളനിലോട്ടുള്ള ഒരു മാറ്റം, ആ ഒരു വളർച്ചയിലോട്ട് നമ്മൾ വരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ തപസ് കാലത്ത് നമ്മളുടേതായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അർത്ഥമുണ്ടാകത്തുള്ളൂ. പ്രാർത്ഥന, ദാനധർമ്മം, ഉപവാസം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, മനസ്സിനൊരു മാറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലമായി മാറും. നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ,
എൻ്റെ ജീവിത രീതികൾ എനിക്കറിയാം, എൻ്റെ സ്വഭാവം എനിക്കറിയാം, എൻ്റെ വാക്കും പ്രവൃത്തിയും എനിക്കറിയാം. പക്ഷേ അതൊക്കെ നിൽക്കുമ്പോഴും ഈ കള്ളനിൽ നിന്നും നല്ലൊരു കള്ളനിലോട്ടൊരു മാറ്റം എന്നിലുണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.